ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. മൈസെൽഫ് സോന, HR മാനേജർ അറ്റ് ഇൻഫോ ക്യാമ്പസ്. ആദ്യമായി നിങ്ങളെ ഓരോരുത്തരെയും ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടുതൽ ദീർഘിപ്പിക്കാതെ ഞങ്ങളുടെ കമ്പനിയെ കുറിച്ചൊരു ചെറിയ ഔട്ട്ലൈറ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 10 വർഷത്തോളമായി നമ്മുടെ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ നമ്പർ 1 നെറ്റ്വർക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒന്നാണ് ഇൻഫോ ക്യാമ്പസ്. അതുകൂടാതെ തന്നെ സൗത്ത് ഇന്ത്യയിൽ സിസ്കോ പോലുള്ള എക്സ്പേർട്ട് ലെവൽ കോഴ്സുകൾ പഠിപ്പിക്കുന്ന ഏക ഒരു സ്ഥാപനമാണ് ഇൻഫോ ക്യാമ്പസ്. പിന്നെ 5000-ലധികം കുട്ടികളെ ഞങ്ങൾ പ്ലേസ്മെന്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്ലേസ്മെന്റ് ആയിട്ടുണ്ട് ഇന്റർനാഷണൽ കമ്പനികളിൽ. അതുകൂടാതെ തന്നെ CCI പോലുള്ള എക്സ്പേർട്ട് ലെവൽ കോഴ്സുകളും പിന്നെ CCNA പോലുള്ള ബേസിക് നോളേജ് വരെയുള്ള കോഴ്സുകൾ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഔട്ട്ലെറ്റ് നമ്മുടെ കമ്പനിയെ കുറിച്ചിട്ട് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ നിങ്ങളെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാനും നെറ്റ്വർക്കിംഗ് എന്താണ്, നെറ്റ്വർക്കിംഗ് പിന്നെ ഈ മേഖലകളിൽ നെറ്റ്വർക്കിംഗിന് എന്തൊക്കെ സാധ്യതകൾ ഉണ്ടെന്നും തീർത്തു തരാൻ വേണ്ടിയിട്ട് സിസ്കോ സർട്ടിഫൈഡ് ആയ റെനി സാറിനെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് റെനീഷ്. ഓക്കെ, കാലിക്കറ്റാണ്. ഇൻഫോ ക്യാമ്പസ് എന്ന സ്ഥാപനത്തിൻ്റെ ഫൗണ്ടറാണ്. ഓക്കെ, എൻ്റെ ഒരു ഹിസ്റ്ററി, അതായത് എഡ്യൂക്കേഷണൽ ഹിസ്റ്ററി മീൻസ് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, ഞാൻ BSc ഇലക്ട്രോണിക്സ് ആയിരുന്നു. BSc ഇലക്ട്രോണിക്സ് കഴിഞ്ഞു. അതിനുശേഷം MCA എടുത്തു. ഈ MCA പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ അതിൻ്റെ റിസൾട്ട് വരുന്ന ആ ടൈമിൽ തന്നെ, അതായത് റിസൾട്ടിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു ടൈം ഉണ്ടാവുമല്ലോ, ആ സമയത്ത് CCNA എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്കിംഗ് കോഴ്സ് പഠിക്കാൻ വേണ്ടി ജോയിൻ ചെയ്തു. ഓക്കെ, അതിലുള്ള റീസൺ എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, MCA പഠിക്കുന്ന സമയത്ത് തന്നെ കോഡിങ് ഒക്കെ എനിക്ക് കുറച്ച് ടഫായിരുന്നു. ഓക്കെ, അപ്പം നമ്മളെ ഈ ഒരു നെറ്റ്വർക്കിംഗ് ഫീൽഡ് മീൻസ് IT ഫീൽഡിൽ തന്നെ ഉള്ള വേറൊരു നല്ല മീൻസ് കോഡിംഗ് ഒന്നും അധികം ഇല്ലാത്ത കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ള കോഴ്സുകളെ പറ്റി നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന ഒരു മേഖല ഉണ്ട് എന്നുള്ളതും, സോഫ്റ്റ്വെയർ ഫീൽഡിലുള്ളതിനെ അതിൻ്റെ അതേ റേഞ്ചിൽ തന്നെ സാലറി കിട്ടാവുന്നതും അല്ലെങ്കിൽ അതിലേറെ സാലറി കിട്ടാവുന്നതും ആയിട്ടുള്ള ഒരു മേഖലയാണ് നെറ്റ്വർക്കിംഗ് എന്നുള്ളതും മനസ്സിലാക്കി. അങ്ങനെ CCNA പഠിക്കാൻ വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു. ഓക്കെ, അപ്പോൾ അങ്ങനെ CCNA പഠിക്കുന്ന സമയത്ത് എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. കാരണം വെച്ചാൽ ഇത് കംപ്ലീറ്റ്ലി പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് എന്ത് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ പോലെ തന്നെ കംപ്ലീറ്റ് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആണ്. സോഫ്റ്റ്വെയറും പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആണ്, പക്ഷെ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണത്. പക്ഷെ നെറ്റ്വർക്കിംഗ് മേഖലയുടെ ഒരു ഗുണം എന്ന് പറയുന്നത്, നമുക്ക് അത്ര ടഫ് അല്ലാത്ത രീതിയിൽ, നമുക്ക് കോഡിങ്ങും കാര്യങ്ങളും അധികം ഇല്ലാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് പ്രാക്ടിക്കൽ ലെവലിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ നെറ്റ്വർക്കിംഗ് CCNA പഠിച്ചു. അങ്ങനെയാണ് ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, എനിക്ക് MCAക്ക് ബാക്ക് പേപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും 1 ഇയർ നമുക്ക് നഷ്ടപ്പെടുമല്ലോ. അപ്പൊ അങ്ങനെ ആ ഒരു ടൈമിൽ ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പഠിച്ച സ്ഥാപനത്തിൽ തന്നെ ട്രെയിനറായിട്ട് ഞാൻ ജോയിൻ ചെയ്തു. ഓക്കെ, ഏകദേശം 3000 റുപ്പീസ് സാലറിയിലാണ് ഞാൻ അന്ന് അവിടെ ട്രെയിനറായിട്ട് ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ ഏകദേശം 20 സ്റ്റാഫിന് സാലറി കൊടുക്കുന്നുണ്ട്. ഏകദേശം എൻ്റെ ഈ സ്ഥാപനം റൺ ചെയ്യുന്ന അതേ സമയത്ത് തന്നെ വേറെ കമ്പനികളിൽ ഞാൻ അസോസിയേറ്റഡ് ആണ്. അതായത് എൻ്റെ ഫ്രണ്ട്സ് കമ്പനി, സ്വന്തമായിട്ട് കമ്പനിയുള്ള ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ CCIE സർട്ടിഫൈഡ് ആയതുകൊണ്ട് ആ CCI നമ്പർ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ കമ്പനികളിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അവിടെ നിന്ന് നമുക്ക് വേറൊരു ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ മൾട്ടിപ്പിൾ കമ്പനീസിൽ അവരുടെ സപ്പോർട്ടിന് വേണ്ടിയും അതേ സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഇൻഫോ ക്യാമ്പസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം കാലിക്കറ്റാണ് ഉള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഇയറിൽ തന്നെ ബാംഗ്ലൂരേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇന്ന് നമ്മൾ ഈ ഒരു വെബിനാറിലൂടെ നമ്മൾ നിങ്ങൾക്ക് നോളജ് അവയർനെസ്, നിങ്ങൾക്ക് ഒരു അവയർനെസ് തരികയാണ്. CCNA, CCNP, CCIE അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് കോഴ്സുകളെ പറ്റിയിട്ടും അതിനകത്ത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് കോഴ്സ് ആയിട്ടുള്ള CCIE എന്ന് പറയുന്ന കോഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് ആണ് ഇന്ന് നമ്മൾ ഡെലിവർ ചെയ്യുന്നത്. ഓക്കെ,
അപ്പം നമ്മൾ ഫസ്റ്റ് ടോപ്പിക് എന്താണ് CCI? വാട്ട് ഈസ് CCI? നമുക്കറിയാം ഈ നെറ്റ്വർക്കിംഗ് മേഖല എന്ന് പറയുന്നത് സർട്ടിഫിക്കേഷനുമായിട്ട് വളരെ റിലേറ്റഡ് ആണ്. അതായത് നമുക്ക് ഒരു സർട്ടിഫിക്കേഷൻ നമ്മൾ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ജോലി കിട്ടാൻ വളരെ എളുപ്പമാണ് നെറ്റ്വർക്കിംഗ് ഫീൽഡിൽ. ഈ നോളജ് മാത്രം വെച്ച്, അതായത് സർട്ടിഫിക്കേഷൻ ഇല്ലാതെ ജോലിയിൽ കയറുന്നവരുണ്ട്. പക്ഷെ അവരുടെക്കാളും കൂടുതൽ സാലറിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ CCI എന്ന് പറയുന്ന സർട്ടിഫിക്കേഷൻ 1993 സിസ്കോ എന്ന് പറയുന്ന കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സർട്ടിഫിക്കേഷൻ ആണ് CCI എന്ന് പറയുന്നത്. ഓക്കെ, സിസ്കോ എന്ന് പറയുന്ന കമ്പനിയാണ് നെറ്റ്വർക്കിംഗ് മേഖലയിലുള്ള ഏറ്റവും ടോപ്പ് മോസ്റ്റ് കമ്പനി എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് സിസ്കോ എന്നത്. അവർ എല്ലാ ഫീൽഡിലും, അതായത് റൂട്ടിംഗ്, സ്വിച്ചിങ്, സെക്യൂരിറ്റി, ക്ലൗഡ്, പിന്നെ അതുപോലെ തന്നെ കൊളാബറേഷൻ, അതായത് വോയിസ്, അങ്ങനെയുള്ള എല്ലാ ഫീൽഡിലും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ് സിസ്കോ. ഓക്കെ, ഈ സിസ്കോ കമ്പനിയുടെ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സർട്ടിഫിക്കേഷൻ ആണ് അവർ CCI എന്ന് പറയുന്നത്. ഓക്കെ, CCI എന്ന് പറയുന്നത് ഒരു എക്സ്പേർട്ട് ലെവൽ സർട്ടിഫിക്കേഷൻ ആണ്. അതായത് നമുക്ക് നമുക്ക് മേഖല മീൻസ് നമുക്കിപ്പോൾ അറിയാം, നമ്മളിപ്പം +2 പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് പഠിക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ബികോമിനും അക്കൗണ്ടിങ് പഠിക്കണം. അപ്പൊ അതിന്റെ റേഞ്ച് ഒന്ന് മാറി. ഓക്കെ, പിന്നെ അതേമാതിരി MCOM ചെയ്യുന്ന സമയത്തും നമ്മൾ ഈ അക്കൗണ്ടിങ് തന്നെയാണ് പഠിക്കുന്നത്. അതേമാതിരി ചാർട്ടേഡ് അക്കൗണ്ടൻസി CA ചെയ്യുന്ന സമയത്തും നമ്മൾ ഈ അക്കൗണ്ടിങ് തന്നെയാണ് പഠിക്കുന്നത്. പക്ഷെ അതിന്റെ ആ ഒരു ലെവൽ നമുക്ക് മാറുകയാണ്. ഓക്കെ, അതിന്റെ ഡെപ്ത് നമുക്ക് മാറുകയാണ്. അപ്പൊ ഇങ്ങനെ ഈ CCI എന്ന് പറയുന്നത് ഇതിന്റെ ഏറ്റവും ടോപ്പ് ലെവൽ സർട്ടിഫിക്കേഷൻ ആണ്. CCI എന്ന് പറയുന്നത് എക്സ്പേർട്ട് ലെവൽ സർട്ടിഫിക്കേഷൻ ആണ്. ഓക്കെ, CCI വേൾഡിലെ ഏറ്റവും മോസ്റ്റ് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളതും മോസ്റ്റ് ഡിമാൻഡഡ് ആയിട്ടുള്ളതും ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ ആണ് CCI. എന്താണ് ഇതിന് കാരണം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, CCI എന്ന് പറയുന്നത് നമുക്കറിയാം ടോട്ടലി ഒരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് സർട്ടിഫിക്കേഷൻ ആണ്. നമുക്കൊരു 8 മണിക്കൂർ ലാബ്, രാവിലെ ആ ലാബിൽ കയറി കഴിഞ്ഞാൽ ഒരു 8 hours ഓഫ് ലാബിൽ നമുക്ക് കുറെ ടാസ്കുകൾ നമുക്ക് തന്നിട്ടുണ്ടാവും. ആ ടാസ്കുകൾ 80% ടാസ്കുകളും നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യുക, ഈ CCI എന്ന് പറയുന്ന സർട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പം അത് വളരെ എന്താ പറയാ, അത്രയും പ്രഷറിൽ ഇരുന്നു കൊണ്ട് നമ്മൾ വർക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ അവർ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. അതിനകത്ത് ട്രബിൾ ഷൂട്ടിംഗ് ഉണ്ടാവും, കോൺഫിഗറേഷൻസ് ഉണ്ടാവും. ആ കോൺഫിഗറേഷൻസ് ഒക്കെ ചെയ്തത് പ്രോപ്പർ അല്ല എന്നുള്ളത് നമുക്ക് വാലിഡേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം അങ്ങനെയുള്ളൊരു സർട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ അത് ഏറ്റവും ഹൈലി പെയ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ ആണ് എന്ന് പറയാൻ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാസ്സായി എടുക്കുക എന്ന് പറയുന്നത്, പാസ്സായിട്ടുള്ള ഒരാൾക്ക് ബേസിക് ലെവലിലുള്ള നെറ്റ്വർക്കിംഗ്, ട്രബിൾ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാൻ കഴിയും. അത്രയും ഒരു നോളജ് ഉള്ള ആൾക്കാണ് അത് പാസ്സാക്കി എടുക്കാൻ പറ്റുക. അപ്പൊ അതുകൊണ്ടാണ് അത് ഏറ്റവും ടോപ്പ് ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ ആയിട്ട് ഇന്നും നിലകൊള്ളുന്നത്. ഓക്കെ, പിന്നെ ഇത് നമ്മൾ പറഞ്ഞു ഒരു എന്താ പറയാ, PhD ഇൻ നെറ്റ്വർക്കിംഗ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ലെവലിലുള്ള കോഴ്സാണ്. അതായത് ഇന്ന് നെറ്റ്വർക്കിംഗ് മേഖലകളിലുള്ള ഒരുപാട് പേര്, ഓക്കെ, അതായത് നെറ്റ്വർക്കിംഗ് CCNA പഠിച്ചവരുണ്ടാവും, പിന്നെ CCNA പോലും ഇല്ലാത്തവരുണ്ടാവും. ഇങ്ങനെ നെറ്റ്വർക്കിംഗിൽ ജോബ് ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും അവരുടെ സാലറി ഹൈക്കിന് വേണ്ടിയിട്ടൊക്കെ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന ഒരു കോഴ്സാണ് CCI എന്ന് പറയുന്നത്. ഇതിനെ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇന്ന് നമ്മൾ ഈ CCIന്റെ ലാബിന് ബുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യാന്ന് വിചാരിക്കുക. നമുക്ക് സിസ്കോ അതിനകത്ത് ക്രെഡൻഷ്യൽസ് ഉണ്ടെങ്കിൽ, നമുക്ക് റിട്ടൺ എക്സാമിന്റെ ക്രെഡൻഷ്യൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിനകത്ത് ലോഗിൻ ചെയ്യാം. നമുക്ക് എന്നിട്ട് നിങ്ങൾ ലാബ് ഒന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്ത് നോക്കാം. 10-ലധികം ലൊക്കേഷൻസിൽ, വേൾഡിൽ 10-ലധികം ലൊക്കേഷൻസിലാണ് ഈ ലാബ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാം, അടുത്ത 2 മാസത്തേക്ക് നിങ്ങൾക്ക് ഒരു സ്ലോട്ട് പോലും കാണാൻ പറ്റില്ല. ബാംഗ്ലൂരാണ് ഏറ്റവും കൂടുതൽ സ്ലോട്ടുകൾ ഉള്ളത്, പിന്നെ ദുബായിലാണ് സ്ലോട്ടുകൾ ഉള്ളത്. അങ്ങനെ വേൾഡിൽ എല്ലാ ലൊക്കേഷൻസിലും നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു 2 മന്ത്സിലേക്കുള്ള സ്ലോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം അത്രയും പേര് എന്ത് ചെയ്തിരിക്കുകയാണ്, ഈ സ്ലോട്ടുകൾ ബുക്ക് ചെയ്തിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്രയും വേൾഡ് ലെവലിൽ തന്നെ
ഒരുപാട് പേര് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സർട്ടിഫിക്കേഷനാണ് CCIE എന്ന് പറയുന്നത്. അപ്പം ഇത്രയും പേര് ഇതിന് ട്രൈ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് എത്രമാത്രം ഹൈ ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, അപ്പം ഇതില് ഇപ്പം ഇതിന്റെ വ്യൂവേഴ്സിൽ എനിക്കറിയില്ല എത്രമാത്രം പേര് നെറ്റ്വർക്കിംഗ് അറിയാവുന്നവരാണ്. ഓക്കെ, നെറ്റ്വർക്കിംഗ് അറിയാവുന്നവരുണ്ടാവാം, നെറ്റ്വർക്കിംഗ് അറിയാത്ത മീൻസ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന മേഖലയെ പറ്റി കേട്ടിട്ടില്ലാത്തവരുണ്ടാവാം. ഓക്കെ, അപ്പം അവർക്ക് വേണ്ടി ഞാൻ നെറ്റ്വർക്കിംഗ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് എന്താണ് എന്ന് ഞാൻ ബേസിക് ആയിട്ടൊന്ന് പറഞ്ഞുതരാം. അതായത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നമുക്കിപ്പം അറിയാം, നിങ്ങളിപ്പം മൊബൈലില് നിങ്ങളിപ്പം എന്താ പറയാ മൊബൈലിൽ യൂട്യൂബ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വാട്സപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ എന്തൊക്കെ ആപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ നമുക്ക് ഇത് കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ആപ്ലിക്കേഷൻസ്, ഒരുപാട് സോഫ്റ്റ്വെയറുകൾ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഒരു കമ്പ്യൂട്ടറിൽ ചെയ്യുന്നത് ഇതിന്റെ മിക്കവാറും കണക്ഷൻസ് പോയിട്ടുണ്ടാവും. ഇതൊരു സെർവറിൽ നിന്നേക്കും ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് വർക്കുകളൊക്കെ നടക്കുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ കണക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അല്ലേ, ലാൻ. ലാൻ കേൾക്കാത്തവരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പം അറിയാം, എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് നെറ്റ്വർക്കിങ്ങിനെ പറ്റി അവയർനെസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ലാൻ എന്ന് പറയുന്നത് എന്താണ്? കുറെ കമ്പ്യൂട്ടറുകൾ തമ്മിൽ ഇന്റർകണക്ട് ചെയ്ത ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മൾ ലാൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഈ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഒരു ഡിവൈസ് ആണ്, നമ്മൾ പർച്ചേസ് ചെയ്യേണ്ട ഒരു ഡിവൈസ് ആണ് സ്വിച്ച് എന്ന് പറയുന്നത്. സ്വിച്ച്. ഓക്കെ, അപ്പൊ ഈ സ്വിച്ച് മാനുഫാക്ചർ ചെയ്യുന്ന ഒരുപാട് കമ്പനികളുണ്ട്. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. സിസ്കോ, HP, D-Link, ബ്രോഡ്കോം, ഹുവായെ, അങ്ങനെ ഒരുപാട് കമ്പനികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്വിച്ചുകൾ മാനുഫാക്ചർ. അങ്ങനെയുള്ള ഇതിനകത്ത് ഏറ്റവും ടോപ്പ് കമ്പനിയാണ് സിസ്കോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ സ്വിച്ച് വേണം നമുക്ക് എന്ത് പറയാൻ, ലാൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വാൻ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. എന്താണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്? എന്താണ്? പല ലൊക്കേഷൻസിലുള്ള ലോക്കൽ ഏരിയ നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ വൈഡ് ഏരിയ നെറ്റ്വർക്ക്, വാൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പം നിങ്ങളെ അക്കൗണ്ട്സ് മീൻസ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും. ഈ ബാങ്ക് അക്കൗണ്ട് നിങ്ങൾക്ക് ക്ലിയർ, നിങ്ങൾ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ആ ബാങ്കിൽ ഒരുപാട് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഇവരുടെ കമ്പ്യൂട്ടറുകളെല്ലാം തന്നെ ആ ബാങ്കിൽ, അപ്പൊ നിങ്ങളിപ്പം കാലിക്കറ്റ് ബ്രാഞ്ചിലാണ് നിങ്ങൾ പോയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ കാലിക്കറ്റ് ബ്രാഞ്ചിലുള്ള എല്ലാ കമ്പ്യൂട്ടറുകളും തമ്മിൽ ഇന്റർകണക്റ്റഡ് ആയിരിക്കും. അതിനെ നമുക്ക് എന്ത് പറയാം, ലാൻ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ ഇതുപോലെ തന്നെ ഇന്ത്യയിൽ പല പല ബ്രാഞ്ചുകളുണ്ട്. ഓക്കെ, അപ്പൊ ഈ ബ്രാഞ്ചുകളെല്ലാം തന്നെ തമ്മിൽ ഇന്റർകണക്റ്റഡ് ആയിരിക്കും. അപ്പൊ ആ ഒരു കണക്ഷനെയാണ്, ആ ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അതായത് മൾട്ടിപ്പിൾ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻസിലുള്ള ലാനുകളെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന അതിനെയാണ് നമ്മൾ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നത്. അപ്പൊ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, റൂട്ടർ വേണം. അപ്പൊ സ്വിച്ച് എന്താന്ന് മനസ്സിലായി. ലാൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്വിച്ച് വേണം. അതേമാതിരി തന്നെ വാൻ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, റൂട്ടർ വേണം. അപ്പൊ ഈ റൂട്ടർ എന്ന് പറയുന്നതും സ്വിച്ച് എന്ന് പറയുന്നതും നെറ്റ്വർക്കിനകത്ത് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിവൈസുകളാണ്. അതുപോലെ തന്നെ പിന്നെ സെക്യൂരിറ്റി വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഫയർവാൾസ് വേണം. പിന്നെ IPS, IDS, ഇതൊക്കെ സെക്യൂരിറ്റി ഡിവൈസുകളാണ്. ഇനി സ്റ്റോറേജ്, സാൻ ഡിവൈസുകളുണ്ട്, ഡാറ്റാ സെന്റർ ഡിവൈസുകളുണ്ട്, വോയിസ് ഓവർ IP-യിലുള്ള ഡിവൈസുകളുണ്ട്, പിന്നെ വയർലെസ് ഡിവൈസുകളുണ്ട്. വയർലെസ് ലാനുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കൺട്രോളർ ഡിവൈസുകളുണ്ട്. പിന്നെ ആക്സസ് കൺട്രോൾ സിസ്റ്റംസ്, ആക്സസുകൾ ആരൊക്കെയാണ് ഇത് ആക്സസ് ചെയ്യുന്നത്, പിന്നെ എന്തെങ്കിലും. അപ്പൊ അങ്ങനെ ഒരുപാട് ഈ നെറ്റ്വർക്കിംഗ് മേഖലയിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇതിനകത്ത് ഒരുപാട് ഫങ്ഷൻസ്, ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഓരോന്നിനു വേണ്ടിയിട്ടും നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഡിവൈസുകളുണ്ട്. അപ്പൊ ഈ ഡിവൈസുകൾ മാനേജ് ചെയ്യാം. അതായത് ഈ ഡിവൈസുകൾ നമുക്ക്
ഇപ്പൊ നമുക്കറിയാം, നിങ്ങളിപ്പം ഒരു മൊബൈൽ വാങ്ങിച്ചു അല്ലെങ്കിൽ ഒരു TV വാങ്ങിച്ചു. ഇതിന്റെ ബേസിക് സെറ്റിംഗ്സ് നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് വർക്ക് ആവുള്ളൂ. ഓക്കെ, വെറുതെ നമ്മളൊരു മൊബൈൽ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് നമുക്കത് വർക്ക് ആവില്ല. ഓക്കെ, ഇതിനകത്ത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം അല്ലെ, അങ്ങനെ നമുക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതേപോലെ തന്നെ ഒരു റൂട്ടറും സ്വിച്ചും ഫയർവാളും IPS-ഉം IDS ഒക്കെ നമുക്ക് പർച്ചേസ് ചെയ്ത് വാങ്ങിയാൽ മാത്രം പോരാ. ഇത് കണക്ട് ചെയ്ത് പ്രോപ്പർ ആയിട്ട് ഇതിന്റെ ഇന്റർഫേസുകൾ നമ്മൾ കണക്ട് ചെയ്ത് ഇത് കോൺഫിഗറേഷൻ ചെയ്യണം. ഇനി കോൺഫിഗറേഷൻ ചെയ്താൽ തന്നെ അതിനകത്ത് ഒരുപാട് ട്രബിൾസ് വരാൻ സാധ്യതയുണ്ട്. അത് ട്രബിൾ ഷൂട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരാൻ അത് പ്രോപ്പറായിട്ട് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള എഞ്ചിനീയർമാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നെറ്റ്വർക്ക് എഞ്ചിനീയർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ നെറ്റ്വർക്കിംഗ് ഡിവൈസുകളെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് എന്താണ് നെറ്റ്വർക്ക് എഞ്ചിനീയർ. നമുക്കറിയാം IT ജോബിൽ വരുന്ന ഏറ്റവും സാലറി കിട്ടുന്ന മേഖലയാണ് സോഫ്റ്റ്വെയർ. ഓക്കെ, അതേ റേഞ്ചിൽ തന്നെ നമുക്ക് സാലറി കിട്ടാവുന്ന ഒരു മേഖലയാണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ നെറ്റ്വർക്കിംഗ് മേഖലയിലേക്ക് കടന്നു വരുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. ഇന്നും ഇതിനെപ്പറ്റിയുള്ള അവയർനെസ് പലർക്കും ഇല്ല. ഓക്കെ, അധിക പേരും സോഫ്റ്റ്വെയർ മേഖലയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നെറ്റ്വർക്കിംഗ് മേഖലയിൽ ഇത് വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഡിമാൻഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് അപ്പൊ എന്താണ് CCIE എന്ന് പറഞ്ഞാൽ, ഈ നെറ്റ്വർക്കിംഗ് ഡിവൈസുകളെ പറ്റിയിട്ടുള്ള ടോപ്പ് ലെവൽ നോളജ് അക്വയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ CCIE കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിസ്കോന്റെ ഏറ്റവും ബേസിക് ലെവൽ കോഴ്സാണ് CCNA എന്ന് പറയുന്നത്. CCNA കഴിഞ്ഞാൽ പിന്നെ CCNP ആണ് അടുത്ത ലെവൽ വരുന്നത്. പ്രൊഫഷണൽ ലെവൽ കോഴ്സ് വരുന്നത് CCNP ആണ്. അതിന്റെ ഹയർ ലെവൽ കോഴ്സ് വരുന്നതാണ് CCIE എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം CCIE എന്താണ് എന്നുള്ളതിന്റെ ഒരു ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ എന്താണ് വാട്ട് ഈസ് CCIE എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ കവർ ചെയ്തു. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ പോവാണ്. CCIE എന്തുകൊണ്ടാണ് CCIE, നമ്മൾ എന്തിന് CCIE ചൂസ് ചെയ്യണം? അതായത് നമ്മൾ നെറ്റ്വർക്കിംഗ് മേഖല എന്ന് പറയുന്നത് തന്നെ നമ്മൾ പറഞ്ഞു, ചൂസ് ചെയ്യേണ്ട ഒരു ബെനിഫിറ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോഫ്റ്റ്വെയർ മേഖലയിൽ ഉള്ള അത്ര ടഫ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് അതേ റേഞ്ചിലോ അല്ലെങ്കിൽ അതിന് അധികം സാലറി കിട്ടുന്ന ഒരു പാക്കേജ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് നെറ്റ്വർക്കിംഗ് മേഖല എന്ന് പറഞ്ഞാൽ. IT ഫീൽഡിലുള്ള സെക്കൻഡ് ഹൈലി പെയ്ഡ് ആയിട്ടുള്ള മേഖലയാണ് നെറ്റ്വർക്കിംഗ് മേഖല. ഓക്കെ, അപ്പം CCIE കൊണ്ടുള്ള ഗുണം എന്താണ്? വൈ CCIE, എന്തിന് നിങ്ങൾ CCIE എടുക്കണം? അപ്പോൾ നമ്മൾ പറഞ്ഞു മോസ്റ്റ് റെപ്യൂട്ടഡ് IT സർട്ടിഫിക്കേഷൻ എവർ. ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള IT സർട്ടിഫിക്കേഷൻസിൽ ഏറ്റവും ടോപ്പ് സാലറി കിട്ടാവുന്ന ഒരു കോഴ്സാണ് CCIE എന്ന് പറയുന്നത്. ഹൈ ഓപ്പർച്യൂണിറ്റി ആണ് ഇതിന്. അതായത് നിങ്ങൾ CCIE സർട്ടിഫൈഡ് ആയിട്ട് ആ CCIE നമ്പർ, ഓക്കെ, ആ CCIE നമ്പർ നിങ്ങൾ റെസ്യൂമേയിൽ ഇട്ടിട്ട് നിങ്ങൾ നൗക്കരിയിലോ മോൺസ്റ്ററിലോ അങ്ങനെ, അതായത് നിങ്ങൾ ജോബിന് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. നിങ്ങൾക്ക് അതിൽ എല്ലാ ഇന്റർവ്യൂസിലും അറ്റൻഡ് ചെയ്ത് സാലറി നെഗോഷിയേറ്റ് ചെയ്ത് ഏറ്റവും ഹൈ ലെവൽ പാക്കേജിലുള്ള ഇതിൽ നിങ്ങൾക്ക് കയറാൻ പറ്റും. ഓക്കെ, അപ്പം ഹൈ ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾക്ക്. CCIE കിട്ടിക്കഴിഞ്ഞാൽ ഹൈ ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതേപോലെ തന്നെ ഹൈ സാലറി ആണ് നിങ്ങൾക്ക്. അതായത് ഒരു ബിഗിനർക്ക് പോലും 4 to 6 lakhs പാക്കേജ് കിട്ടാൻ പറ്റുന്ന ഒരു ഇതാണ് CCIE എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എക്സ്പോണൻഷ്യൽ കരിയർ ഗ്രോത്ത് ആണ്. നിങ്ങൾ CCIE ആയി കഴിഞ്ഞു, ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് കിട്ടുന്ന പാക്കേജിന്റെ ഡബിൾ ആയിരിക്കും നിങ്ങൾക്ക് അടുത്ത ഇയറിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നത്. ഓരോ ഇയറിലും മിനിമം 2 lakhs ഹൈക്കെങ്കിലും നിങ്ങൾക്ക് വാങ്ങിച്ചുകൊണ്ട് നിങ്ങളുടെ കരിയർ നിങ്ങൾക്ക് ഹൈ ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കോഴ്സാണ് CCIE. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ കിക്ക് സ്റ്റാർട്ട് യുവർ കരിയർ വിത്ത് 4 to 6 lakh പാക്കേജസ്. നമ്മൾ പറഞ്ഞു ഇതില് ബിഗിനർ ലെവലിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് 6 lakh വരെ പാക്കേജ് നിങ്ങൾക്ക് ബാർഗൈൻ ചെയ്ത് നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും നിങ്ങൾക്ക് CCIE നമ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ. കാരണം CCIEക്ക് അത്രമാത്രം ഓപ്പർച്യൂണിറ്റീസ് ആണ്. CCIE ഉള്ള ഡിമാൻഡിനനുസരിച്ചിട്ടുള്ള സപ്ലൈ ഇല്ല ഈ ഒരു പർട്ടിക്കുലർ കോഴ്സിന്. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇപ്പൊ CA കഴിഞ്ഞു, ഇപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ, ഒരു അക്കൗണ്ടിങ് ഫീൽഡിൽ ഒരാളാണെന്നുണ്ടെങ്കിൽ CA കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതേപോലെ തന്നെയാണ് നെറ്റ്വർക്കിംഗ് മേഖലയിൽ CCIE എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇൻകംപാരബിൾ സാലറി ഗ്രോത്ത് ആഫ്റ്റർ CCIE. നിങ്ങൾക്ക് ഓൾറെഡി CCNA കഴിഞ്ഞിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ തന്നെ
CCI കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ സാലറി നിങ്ങൾക്ക് ഹൈക്ക് ചെയ്യാൻ പറ്റും, അടുത്ത ലെവലിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ വേറൊരു ബെനിഫിറ്റ്, റിസഷൻ ഫ്രീ കരിയർ. ഓക്കെ, നമുക്കറിയാം ഇപ്പം ഈ കോവിഡിന്റെ കാലത്ത് അല്ലെങ്കിൽ അതിന്റെ മുന്നൊക്കെ റിസഷൻ വന്ന സമയത്ത് ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെ. പക്ഷെ ഈ CCI കിട്ടിയ ഒരാൾക്ക് പോലും ജോലിയിൽ, ഇപ്പം ഞാനിപ്പോ ഏകദേശം ഒരു 100 പേരെങ്കിലും CCI പാസ്സാക്കിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ പഠിപ്പിച്ചിട്ട് ഏകദേശം ഒരു 100 പേരെങ്കിലും CCI പാസ്സാക്കിയിട്ടുണ്ട്. ഒരു 1000 പേരെങ്കിലും CCI കഴിഞ്ഞ് കേരളത്തിൽ CCI നമ്പേഴ്സ് ജനറേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആംബിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ CCI കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും എന്ത് ചെയ്യുന്നു, ലൈവിൽ പോകാമായിരുന്നു. പക്ഷെ അതിന് പകരം ഞാൻ ട്രെയിനിങ് ഫീൽഡ് തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, CCI. ഞാൻ ഒരു ട്രെയിനറുടെ സഹായം ഇല്ലാതെയാണ് CCI പഠിച്ച് പാസ്സായത്. ഓക്കെ, സ്വന്തം നെറ്റിൽ സെർച്ച് ചെയ്തിട്ടും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാതെ സ്വന്തം പഠിച്ചിട്ടാണ് CCI പാസ്സായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 2 വർഷം 3 വർഷം ട്രൈ ചെയ്തിട്ടാണ് ഞാൻ CCI ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഫെയിലായി, സെക്കൻഡ് അറ്റംപ്റ്റിലാണ് ഞാൻ CCI പാസ്സാവുന്നത്. പക്ഷെ ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻസ് എല്ലാവരും തന്നെ അധികം ഒരു 99% ആൾക്കാരും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, CCI ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ CCI പാസ്സായി കഴിഞ്ഞാൽ ഒരു ഹൈ ലെവൽ പാക്കേജിൽ, അപ്പൊ അങ്ങനെ ഒരുപാട് പേരെ കേരളത്തിൽ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു എയിം. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു റിസഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു കരിയറാണ്. CCI കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏത് കമ്പനിയിൽ നിങ്ങൾ വർക്ക് ചെയ്താലും, ഇപ്പൊ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഇപ്പൊ അക്കൗണ്ടിങ് പോലെ തന്നെ നിങ്ങൾ ഏത് രാജ്യത്ത് പോയാലും ഏത് കൺട്രിയിലും അതിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒരു കാരണവശാലും കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ തന്നെ വേറൊരു കമ്പനിയിലേക്ക് മാറുക എന്നല്ലാതെ നിങ്ങൾ ഒരിക്കലും ആ കമ്പനിയിൽ നിന്ന് എന്ത് ചെയ്യില്ല, അവര് എന്ത് റിസഷൻ ഉണ്ടെങ്കിലും അവര് കളയില്ല. കാരണം നിങ്ങൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കും, അത്രയും റെസ്പെക്റ്റഡ് ആയിട്ടുള്ള അത്രയും ഇതായിട്ടുള്ള ഒരു പൊസിഷൻ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയിൽ CCI കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവുക. അത്രയും റെസ്പെക്ട് നിങ്ങൾക്ക് കിട്ടുന്നൊരു മേഖലയാണ് CCI എന്ന് പറയുന്നത്. കാരണം ഇത് അത്ര പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരാൾക്ക് അറ്റൈൻ ചെയ്തെടുക്കാൻ പറ്റില്ല. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ CCI കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊമോഷൻ ഫാസ്റ്റർ ആയിരിക്കും. നിങ്ങളുടെ കമ്പനിയിൽ തന്നെ നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്കുള്ള, അതായത് ഒരു മാനേജർ പോസ്റ്റിലേക്കോ അല്ലെങ്കിൽ ടീം ലീഡ് പോസ്റ്റിലേക്കോ ഒക്കെ നിങ്ങൾക്ക് മാറാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇന്റർനാഷണൽ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ്. CCI കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എല്ലാ രാജ്യത്തും, ഏത് രാജ്യത്തും, ഇപ്പൊ എൻ്റെ തന്നെ സ്റ്റുഡൻസ് ഒരുപാട് കൺട്രിയിൽ, ഖത്തർ, ദുബായ്, UAE, അബുദാബി, അല്ലെങ്കിൽ എന്താ പറയുക, സൗദി അറേബ്യ, US, UK, മലേഷ്യ, സിംഗപ്പൂർ, പല രാജ്യങ്ങളിലാണ് എൻ്റെ സ്റ്റുഡൻസ് തന്നെ ഇപ്പൊ തന്നെ വർക്ക് ചെയ്യുന്നത്. കാരണം നമുക്ക് ഏത് രാജ്യത്ത് പോയാലും നിങ്ങൾക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നെറ്റ്വർക്കിംഗ് CCI കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലേക്കൊക്കെ മൈഗ്രേഷനും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ CCI എന്ന് പറയുന്നത് വളരെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പൊ ഇന്റർനാഷണൽ കരിയർ നിങ്ങൾ നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നമുക്കറിയാം സ്വാഭാവികമായിട്ടും നമ്മളെ ഇന്ത്യയിൽ നമുക്ക് വാങ്ങി നിൽക്കുന്നതിനെക്കാട്ടും ഡബിളൊക്കെ നമുക്ക് സാലറി നമുക്ക് പുറം രാജ്യങ്ങളിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ ഹ്യൂജ് എമൗണ്ട് ആണ് ടാക്സ് ഒക്കെ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റുകൾ നമുക്ക് പുറത്തുള്ള രാജ്യത്ത് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാംഗ്ലൂരൊക്കെ വർക്ക് ചെയ്ത് ഒരു 1-2 ഇയർ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ സ്റ്റുഡൻസ് ഒക്കെ പുറത്തുള്ള രാജ്യത്തിലേക്കാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇന്റർനാഷണൽ കരിയറിലേക്ക് നിങ്ങൾക്ക് വളരാൻ വളരെ ഒരു പെട്ടെന്ന് സ്റ്റീപ്പ് ഗ്രോത്ത് കിട്ടുന്ന ഒരു കോഴ്സാണ് CCI. പിന്നെ എന്തിന് നിങ്ങൾ CCI ചൂസ് ചെയ്യണം? നമുക്ക് ഇപ്പോൾ തന്നെ ഫ്രഷേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, CCI എടുത്തിട്ട് ഹൈ ലെവൽ പാക്കേജിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമുക്ക് ഇന്ന് കേരളത്തിലും പുറത്തും അവൈലബിൾ ആണ്. അപ്പം അവൈലബിലിറ്റി ഉണ്ട്. പണ്ടൊക്കെ CCI പഠിക്കണം എന്നുണ്ടെങ്കിൽ, ഞാനൊക്കെ CCI പഠിക്കുന്ന സമയത്ത് കേരളത്തിലൊന്നും ഇൻസ്റ്റിറ്റ്യൂട്ടുകളില്ല. ബാംഗ്ലൂരൊക്കെ പോയി പഠിക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ സ്വന്തം തന്നെ പഠിക്കാമെന്ന് വിചാരിച്ചത്. കാരണം അവിടെ പോയി താമസിക്കണമെങ്കിൽ അവിടെ ഭയങ്കര ഹൈ എമൗണ്ട് ട്രെയിനിങ്ങിനുള്ള ഫീസും പിന്നെ അവിടുത്തെ ലിവിങ് എക്സ്പെൻസ് ഒക്കെ വളരെ ഹൈ ആയതുകൊണ്ട്
നമ്മൾ സ്വന്തം പഠിക്കേണ്ട ഒരു സിറ്റുവേഷൻ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അവൈലബിൾ ആണ് CCIക്ക് വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ടോപ്പ് മോസ്റ്റ് IT ജോബ് വിത്തൗട്ട് കോംപ്ലക്സ് കോഡിങ്. നമുക്കറിയാം ഇന്നിപ്പോ നമ്മൾ സോഫ്റ്റ്വെയർ മേഖലയിലുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഓരോ ഇയർ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് പല വളരെ വളരെ മാറ്റങ്ങളാണ് വരുന്നത്. ഇന്നുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കില്ല നമുക്ക് നാളെ ഉണ്ടാവുക. ഓക്കെ. അപ്പം പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യണം, അടുത്തടുത്ത വേറെ ലെവലിലുള്ള കാര്യങ്ങൾ പഠിച്ചെടുത്തിട്ട് നമുക്ക് അടുത്ത ലെവലിലേക്ക് നമുക്ക് പോകണം. പക്ഷെ നേരെ മറിച്ചിട്ട് നെറ്റ്വർക്കിംഗ് ജോബ് അങ്ങനെയല്ല. കോംപ്ലക്സ് ആയിട്ടുള്ള കോഡിംഗ് ഇല്ല. മാത്രമല്ല അതിന്റെ ഒരു ഡിഫറൻസ്, അതായത് അന്നുള്ള റൂട്ടർ തന്നെയാണ് ഇന്നും ഉള്ളത്. അതേ കോൺഫിഗറേഷൻ തന്നെയാണ് ഇന്നും നമുക്ക് ചെയ്യേണ്ടത്. പക്ഷെ ചെറിയ ചേഞ്ചസ് ഉണ്ടാവാം. പക്ഷെ അത് നമുക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ചേഞ്ചസ് ആണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എൻ്റെ ഒരു ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഷോർട്ട് കട്ടാണ് നിങ്ങൾക്ക് ഹൈലി പെയ്ഡ് IT ജോബിലേക്ക് നിങ്ങൾക്ക് മാറാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് കട്ടാണ് ഈ CCI എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഫസ്റ്റ് CCI സ്റ്റുഡന്റ് എന്ന് പറയുന്നത് സന്ദീപ് എന്ന് പറയുന്ന ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. അന്ന് പുള്ളി BTech കഴിഞ്ഞു ഒരു സാധാരണ ഒരു കാലിക്കറ്റുള്ള ഒരു സ്ഥാപനത്തിൽ തന്നെ ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് വളരെ ചെറിയൊരു സാലറി, അതായത് 5,000 സാലറിയിലായിരുന്നു പുള്ളി അന്ന് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. ഓക്കെ. അപ്പം പുള്ളി CCNP പഠിക്കാൻ വന്നു കഴിഞ്ഞ സമയത്ത് പുള്ളിന്റെ നോളജും കാര്യങ്ങളും മീൻസ് പുള്ളി പെട്ടെന്ന് ഹൈലി ഗ്രാസ്പിംഗ് ചെയ്തു. അപ്പൊ അങ്ങനെ കണ്ട സമയത്ത് ഞാൻ തന്നെയാണ് പുള്ളിനെ എന്ത് ചെയ്ത് CCIയിലേക്ക് പ്രൊമോട്ട് ചെയ്തത്. നീ CCI പഠിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട്. കാരണം നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും, സ്റ്റുഡൻസ് ഒക്കെ ആയിട്ട് നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും. കാരണം വെച്ചാൽ നമ്മൾ ഒരു കോളേജിലുള്ള ഒരു അപ്രോച്ചോ ഒന്നുമല്ല നമുക്ക് ഉണ്ടാവുക. കാരണം വെച്ചാൽ ഒരു ഫ്രണ്ട്ലി മെന്റർ ചെയ്യുമ്പോൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നീ CCI പഠിച്ചോ, നിനക്ക് അതിന് പറ്റും എന്നുള്ളൊരു ഇത് കൊടുത്തിട്ട് ഗൈഡൻസ് കൊടുത്തിട്ട് ഞാൻ പുള്ളീനെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CCIയിലേക്ക് ഞാൻ പ്രൊമോട്ട് ചെയ്തു. അപ്പൊ പുള്ളി പറഞ്ഞു സാറേ CCI പഠിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്. കാരണം പുള്ളി ആ സമയത്ത് മാരീഡ് ആയിരുന്നു, ജസ്റ്റ് പുള്ളി ലവ് മാരേജ് ആയിരുന്നു. അപ്പം മാരേജ് കഴിഞ്ഞു. അപ്പൊ വളരെ അറിയാലോ, കല്യാണമൊക്കെ കഴിഞ്ഞാൽ വളരെ ഒരുപാട് നമുക്ക് ഇപ്പോഴുള്ള സാലറി ഒന്നും മതിയാവില്ല ജീവിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. കാരണം ഒരുപാട് ചെലവുകൾ ഉണ്ടാവും. അപ്പം പുള്ളി എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്തോ, നിനക്ക് എന്തായാലും CCI പാസ്സാവാൻ പറ്റും, ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, പുള്ളി ഇപ്പൊ ഉണ്ടായിരുന്ന ജോലി പുള്ളി എന്ത് ചെയ്തു, പുള്ളി റിസൈൻ ചെയ്തു. ആ 5,000 സാലറി ഉള്ള ജോലി പുള്ളി കളഞ്ഞു. ഓക്കെ. എന്നിട്ടാണ് പുള്ളി CCIക്ക് ജോയിൻ ചെയ്യുന്നത്. ഓക്കെ. അന്ന് 5,000 ഒരു മാസം പുള്ളിക്ക് 5,000 റുപ്പീസ് ആണ് സാലറി. ഓക്കെ. ഇന്ന് പുള്ളി വാങ്ങിക്കുന്ന സാലറി എന്ന് പറയുന്നത്, പുള്ളി ഇന്ന് ഇന്ത്യയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇന്ന് പുള്ളി 20 lakhs above പുള്ളി ടാക്സ് കൊടുക്കുന്നുണ്ട്. 20 lakhs above പുള്ളി ടാക്സ് കൊടുക്കുന്നുണ്ട്. അതായത് ഏകദേശം 60 lakhs above ആണ് പുള്ളിന്റെ അതായത് 60 lakh അല്ല, 6 lakh ആണ് പുള്ളി ഒരു മാസം വാങ്ങിക്കുന്ന സാലറി. ഇയർലി അല്ല, ഒരു മാസം പുള്ളി വാങ്ങിക്കുന്ന സാലറി 6 lakh ആണ്. അതായത് പുള്ളി ഇന്ത്യയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഊഹിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും പുറത്ത്, അതായത് ഗൾഫിൽ ദുബായിലോ അല്ലെങ്കിൽ ഖത്തറിലോ ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ സാലറി എത്രമാത്രം ഉണ്ടാവും എന്നുള്ളത്. ഓക്കെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബെസ്റ്റ് ഷോർട്ട് കട്ട് ടു ഹൈലി പെയ്ഡ് IT ജോബ്. പുള്ളി പറയുന്നത് പുള്ളി BTech ആയിരുന്ന സമയത്ത് പുള്ളീന്റെ കൂടെ ഉണ്ടായിരുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് വാങ്ങിക്കുന്ന സാലറിനെക്കാട്ടും എത്രയോ കൂടുതലാണ് പുള്ളി ഇന്ന് വാങ്ങിക്കുന്ന സാലറി. അതായത് സോഫ്റ്റ്വെയർ മേഖലയിലുള്ളതിനെക്കാട്ടും ഹൈലി പെയ്ഡ് ആണ് പുള്ളി ഇപ്പൊ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത് ബെസ്റ്റ് ഷോർട്ട് കട്ട് ടു ഹൈലി പെയ്ഡ് IT ജോബ്. ഓക്കെ. പിന്നെ CCI എടുക്കാനുള്ള വേറൊരു റീസൺ എന്താണ്? 99% of job seekers workforce has no idea that CCI is most demanded IT job. അതായത് ഇന്ന് ഇപ്പം ഇതില് ഈ സെമിനാർ അറ്റൻഡ് ചെയ്യുന്ന എത്ര പേർക്ക് അറിയാം നെറ്റ്വർക്കിംഗ് മേഖല എന്താണ്, CCI എന്താണ്, CCNA സർട്ടിഫിക്കേഷൻ എന്താണ് എന്ന് പറയുന്നത് എത്ര പേർക്ക് അറിയാം? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാവോ? ഓക്കെ. നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതേപോലെ തന്നെ സെമിനാറുകൾ കണ്ടക്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂടുതൽ കുട്ടികളെ നമ്മൾ ഈ മേഖലയിലേക്ക് നമ്മൾ ഗൈഡ് ചെയ്യുന്നത്. കാരണം നമ്മളിപ്പോ ഒരു കോളേജിൽ പോയി
ഒരു ടെക്നിക്കൽ സെമിനാർ എടുക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഇത് അൺഅവേർഡ്, അതായത് അവർക്ക് അവയർനെസ് ഇല്ല എന്താണ് നെറ്റ്വർക്കിംഗ്, ഇത്രയും ജോലി സാധ്യത ഉള്ള ഒരു മേഖലയാണ് നെറ്റ്വർക്കിംഗ് എന്നുള്ളത് ആർക്കും അറിയില്ല. 99% ഓഫ് ജോബ് സീക്കിംഗ് പേഴ്സൺസിന് അവർക്ക് അറിയില്ല ഈ കരിയർ എന്താണ് എന്നുള്ളത്. ഓക്കെ, അപ്പം ഈ കരിയർ ഞാൻ പറഞ്ഞു വളരെ സിമ്പിളായിട്ട് ഇത് പഠിച്ചെടുക്കാൻ പറ്റും. ഒരുപാട് കോംപ്ലക്സിറ്റി ഇല്ല. ഞാൻ പറഞ്ഞു ഈവൻ BA അറബിക്ക് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ, അതായത് പിന്നെ അതേപോലെ തന്നെ ബയോടെക്നോളജി പഠിച്ചിട്ടുള്ള ആൾക്കാർ, കമ്പ്യൂട്ടർ ഇൻസ്റ്റലേഷൻ ചെയ്യാൻ പോലും അറിയാത്ത ആൾക്കാർ, അതായത് BA അറബിക്ക് ഒരു എന്താ പറയാ പഠിച്ച ഒരാൾക്ക് കമ്പ്യൂട്ടർ എത്രമാത്രം നോളജ് ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരാൾ പോലും വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പഠിച്ചിട്ട് CCI പാസ്സായിട്ട് ഇന്ന് വളരെ ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ജോബ് പുള്ളി ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം അതാണ് പറയുന്നത് 99%നും ഇത് അവയർനെസ് ഇല്ല. അപ്പൊ ഇതിലെ അവയർനെസ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വളരെ ഒരു ഭാഗ്യമാണ്. ഓക്കെ, അപ്പൊ CCIs ആർ റെയർ. ഓക്കെ, CCIs എന്ന് പറയുന്നത് വളരെ റെയർ ആണ്. ഇപ്പൊ ഇപ്പോഴത്തെ ഇതിനനുസരിച്ച് CCI ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. 6000 പേര് ഉള്ളൂ സർട്ടിഫൈഡ് ആയിട്ടുള്ള CCI സെക്യൂരിറ്റി. പക്ഷെ 2 lakhs അടുത്ത് നമുക്ക് എന്ത് വേണം, അത്രയും ആൾക്കാരെ നമുക്ക് ഈ മേഖലയിലേക്ക് ഇപ്പോഴും ആവശ്യമുണ്ട്, പ്രസന്റ് സിറ്റുവേഷനിൽ ആവശ്യമുണ്ട്. അപ്പൊ അത്രയും വളരെ സ്റ്റീപ്പ് മീൻസ് അത്രയും ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കോഴ്സാണ് CCI എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് CCI കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ജോബ്? നെറ്റ്വർക്ക് എഞ്ചിനീയർ ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം, സീനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാം, നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാം, സെക്യൂരിറ്റി കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാം. ഒക്കെ ഇങ്ങനെ ഒരുപാട് നെറ്റ്വർക്കിംഗ് മേഖലകളുണ്ട്. CCI കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന മേഖലകളുണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു മേഖലേന്റെ വേറൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ മേഖലേന്റെ അത്രയും ഇൻവോൾവ്മെന്റ് ഇല്ല. അതായത് ഇപ്പൊ നെറ്റ്വർക്ക് എഞ്ചിനീയർ ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നെറ്റ്വർക്കിനകത്ത് എന്തെങ്കിലും ട്രബിൾസ് വരുന്ന സമയത്താണ് നിങ്ങൾക്ക് അവിടെ ഒരു വലിയ രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവുക. ട്രബിൾസ് ഇല്ലാത്ത സമയത്ത് മിക്കവാറും സമയത്ത് നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. ഓക്കെ, പിന്നെ CCI സാലറി നിങ്ങൾക്ക് അറിയാം. ഒരു CCI സെക്യൂരിറ്റി പാസ്സായിട്ടുള്ള ഒരാൾക്ക് 10 years ഓഫ് എക്സ്പീരിയൻസ് കിട്ടുമ്പോഴത്തേക്കും അവർക്ക് ഏകദേശം 36 lakhs ഒക്കെയാണ് ആനുവൽ പാക്കേജ് ആയിട്ട് അവർക്ക് വാങ്ങിക്കാൻ പറ്റുന്നത്, ഇവിടെ ഇന്ത്യയിൽ തന്നെ. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ ഒരു വർഷം 36 lakhs ഒക്കെ വാങ്ങിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് പുറത്തുള്ള രാജ്യത്ത് പോയി വർക്ക് ചെയ്യുകയാണെങ്കിൽ 1 crore എബോവ് പാക്കേജ് ഒരു വർഷം ഏൺ ചെയ്യാൻ പറ്റും. അങ്ങനെ ഏൺ ചെയ്യുന്ന സ്റ്റുഡൻസ് എൻ്റെ സ്റ്റുഡൻസ് ആയിട്ട് തന്നെ ഉണ്ട്. ഓക്കെ, 1 crore ഒക്കെ പുറത്തുള്ള രാജ്യത്ത് ഖത്തറിലൊക്കെ അവർ ഏൺ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, ഇനി എങ്ങനെ നമുക്ക് CCI നിങ്ങൾക്ക് അറ്റൈൻ ചെയ്യാം? ഹൗ? ഇപ്പൊ നമ്മൾ വാട്ട് ഈസ് CCI നോക്കി, ഇനി വൈ CCI നോക്കി, ഇനി ഹൗ ടു അറ്റൈൻ CCI ആണ്. എങ്ങനെ നിങ്ങൾക്ക് CCI നിങ്ങൾക്ക് പഠിച്ചെടുക്കാം? എൻ്റെ ഒട്ടുമിക്ക സ്റ്റുഡൻസും 6 months to 1 year, ഒരു 1 yearന്റെ ഉള്ളിൽ തന്നെ, അതായത് 6 മാസം മുതൽ ഒരു വർഷത്തെ കാലയളവിൽ തന്നെ CCI ഫുള്ള് പഠിച്ച് സർട്ടിഫൈഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം പക്ഷെ ഇതിന് എന്ത് വേണം? നമുക്ക് കംപ്ലീറ്റ് ഡെഡിക്കേഷൻ, ഓക്കെ, സിൻസിയറിറ്റി, ഫോക്കസ്, ഗോൾ സെറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെ നമ്മൾ കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ്, വളരെ ഡെഡിക്കേഷൻ വേണ്ട ഒരു കോഴ്സാണ് CCI എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വളരെ ക്ഷമ വേണം. നമ്മൾ ചെയ്ത ലാബ് തന്നെ ഒരു 10-25 പ്രാവശ്യമെങ്കിലും ചെയ്ത് നമ്മൾ പഠിക്കേണ്ടി വരും, അത് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ഹാർഡ് വർക്ക് വേണം. ഓക്കെ, പിന്നെ നമുക്ക് അത് ബിലീവ് ഇൻ യുവർ സെൽഫ്. നമ്മൾ പറഞ്ഞു CCI എന്ന് പറയുന്നത്, ഞാൻ ഈ CCI ഒക്കെ പഠിക്കുന്ന സമയത്താണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന സംഭവത്തിനെ പറ്റിയൊക്കെ മനസ്സിലാക്കുകയും അതൊക്കെ നമ്മളെ ലൈഫിൽ
എന്താ പറയാ, നമുക്ക് നിങ്ങൾ അറിയാൻ മതിയോ, നിങ്ങൾക്ക് എന്താ പറയാ, അഫർമേഷൻ, സെൽഫ് അഫർമേഷൻസ്, ലോ ഓഫ് അട്രാക്ഷൻ, പിന്നെ വിഷ്വലൈസേഷൻ പ്രാക്ടീസ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്താണ്, നമുക്ക് സെൽഫ് ആയിട്ടുള്ള ഒരു ബിലീഫ് കിട്ടാൻ വേണ്ടി, ട്രസ്റ്റ് കിട്ടും. അപ്പൊ നമുക്ക് ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത്, അതായത് ഫസ്റ്റ് നമുക്ക് സെൽഫായിട്ടൊരു കോൺഫിഡൻസ് വേണം, എനിക്ക് പാസ്സായി എടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഇത്. ഞാൻ പറഞ്ഞു, BA അറബിക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ഒരു 1 ഇയർ കൊണ്ട് CCI പാസ്സായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആർക്കും എന്ത് ചെയ്യാൻ പറ്റും, ആ ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് CCI പാസ്സാവാൻ പറ്റും. ഓക്കെ, അപ്പം സെൽഫായിട്ട് ബിലീവ് ചെയ്യുക, മൈൽ സ്റ്റോൺസ് സെറ്റ് ചെയ്യുക, അതായത് ഗോൾ സെറ്റ് ചെയ്യുക. ഓക്കെ, 6 months കൊണ്ട് എനിക്ക് CCI പാസ്സാവണം, എന്നിട്ട് അതിന്റെ ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക, ടേക്ക് ആക്ഷൻസ്. ഓക്കെ, അപ്പം അതാണ് CCIക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേണ്ടത്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു റൈറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ CCI പാസ്സാക്കിയിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എന്ത്, ഇൻഫോ ക്യാമ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഇത്രയും പാസിംഗ് റേറ്റ് ഇല്ല CCIക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള ഒരു CCI ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിക്കുക. ഗെറ്റ് ട്രെയിൻഡ് ബൈ CCI സർട്ടിഫൈഡ് ട്രെയിനേഴ്സ്. CCI സർട്ടിഫൈഡ് ആയിട്ടുള്ള, CCI പാസ്സായിട്ടുള്ള ട്രെയിനേഴ്സിന്റെ അണ്ടറിൽ നിങ്ങൾ ട്രെയിനിങ് ചെയ്യാം. കാരണം CCI പാസ്സായിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ആ ലാബിന്റെ കാര്യങ്ങളും അവിടെ ചെന്ന് കഴിഞ്ഞാലുള്ള പ്രഷറും അവിടുത്തെ ട്രിക്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പൊ CCI സർട്ടിഫൈഡ് ആയിട്ടുള്ള, ഇന്നിപ്പോ എനിക്ക് തോന്നുന്നു കേരളത്തിൽ CCI സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരേ ഒരു ട്രെയിനർ മാത്രമേ ഉണ്ടാവുള്ളൂ CCI പഠിപ്പിക്കുന്നതായിട്ട്. കാരണം ഇന്ന് CCI പഠിപ്പിക്കുന്നതിനെക്കാട്ടും എത്രയോ ഹയർ പാക്കേജിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൈവിൽ പോയി കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ ടീച്ചിങ് എന്ന് പറയുന്നത് എൻ്റെ ഒരു പാഷൻ ആയതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ട്രെയിനിങ് ഫീൽഡിൽ തന്നെ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, അപ്പം നല്ലൊരു CCI ട്രെയിനറെ കണ്ടുപിടിക്കുക, CCI സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ട്രെയിനറെ കണ്ടുപിടിക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള വേറൊരു ഇതെന്ന് വെച്ചാൽ, ലേൺ വിത്ത് CCI എക്സ്പീരിയൻസ്, ഗെറ്റ് ഇൻസ്പയർഡ് എവറി മിനിറ്റ്. ഇത് CCIക്ക് വേണ്ടി തന്നെ ജോയിൻ ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പൊ അവരുമായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് പഠിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾ ആ ലെവലിലേക്ക് നിങ്ങളെ പ്രാക്ടീസും കാര്യങ്ങളും, നിങ്ങൾക്ക് കുറച്ച് ലേസിനെസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്ത് ചെയ്യും, അവരുടെ കൂടെ നിങ്ങൾ ജോയിൻ ആയി പോകും. ഓക്കെ, ഇതിന്റെ ഒരു എക്സാമ്പിൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ CCIക്ക് വേണ്ടിയിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് CCNAയിലും CCNPയിലും ഉള്ള സ്റ്റുഡൻസ് ഒക്കെ എന്ത് ചെയ്യും, വന്ന് എൻക്വയറി ചെയ്യും CCIനെ പറ്റിയിട്ട്. എന്നിട്ട് അവർ പോലും എന്ത് ചെയ്യും, CCIയിലേക്ക് ജോയിൻ ചെയ്യും. കാരണം അവര് ഈ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്തും അല്ലെങ്കിൽ അവര് ഫ്രീ ടൈമിലൊക്കെ ഇവരുമായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ അവരുടെ ആ ഒരു മോട്ടിവേഷനിൽ ഇവരും എന്ത് ചെയ്യും, CCI. അപ്പൊ അങ്ങനെ നമുക്ക് ഈ CCIക്ക് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കൂടെ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ആ ഗോൾ നിങ്ങൾക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും. പിന്നെ ടേക്ക് മോക്ക് എക്സാംസ് ബിഫോർ റിയൽ വൺ. നമ്മൾ റിയൽ എക്സാം ചെയ്യുന്നതിന്റെ മുന്നേ മോക്ക് എക്സാംസ് എടുക്കും. ഞാൻ പറഞ്ഞു ഏകദേശം ഒരു 10 to 25 times മോക്ക് എക്സാംസ് എടുത്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ റിയൽ ലാബിലേക്ക് നിങ്ങൾ പോകുന്നത്. അതുകൊണ്ടാണ്, ആ ഒരു കാര്യം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇൻഫോ ക്യാമ്പസിലുള്ള 99% ആൾക്കാരും ഫസ്റ്റ് ടൈമിൽ തന്നെ CCI പാസ്സാവാനുള്ള ഒരു റീസൺ അതാണ്. പിന്നെ പ്രാക്ടീസ് ഓൺ റിയൽ ലാബ് ഇൻഫ്രാസ്ട്രക്ചർ. നമ്മൾക്ക് റിയൽ ലാബിൽ, നമ്മൾ റിയൽ സിനാരിയോയിൽ എക്സാമിന് വരുന്ന അതേ സിനാരിയോ നമ്മൾ പഠിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ എക്സാം എന്നെ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അത് പാസ്സായി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഹൗ ടു അറ്റൈൻ CCI അത് നമ്മൾ പറഞ്ഞു. പിന്നെ അടുത്തത്, ഹൂ ഈസ് എലിജിബിൾ ഫോർ CCI. ആർക്കൊക്കെ CCI എടുക്കാൻ പറ്റും? ഓക്കെ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, എനിബഡി ക്യാൻ ഡു CCI എന്നാണ് ഞാൻ പറയാം. ഓക്കെ, ആർക്കും CCI ചെയ്യാൻ പറ്റും. കാരണം നമ്മളുടെ എക്സാമ്പിൾസ് തന്നെ ഒരുപാട് പേരുണ്ട്. കമ്പ്യൂട്ടർ ഇൻസ്റ്റലേഷൻ പോലും അറിയാതെ വന്നിട്ട് 1 year കൊണ്ട് CCI പാസ്സായിട്ടുള്ള എക്സാമ്പിൾ. ഇപ്പൊ അനുരാഗ് എന്ന് പറയുന്ന എൻ്റെ സ്റ്റുഡന്റ്, പുള്ളിന്ന് HP-യിലാണ് വർക്ക് ചെയ്യുന്നത്. പുള്ളി മൈക്രോബയോളജി, ബയോടെക്നോളജി അങ്ങനെയുള്ളൊരു കോഴ്സ് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടറായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത കോഴ്സാണ്. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം BA അറബിക് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത കോഴ്സാണ്. അതേമാതിരി BCom കഴിഞ്ഞ് വന്നിട്ടുള്ള ആൾക്കാരുണ്ട്.
ഈവൻ +2 മാത്രമായിട്ട് ഡിഗ്രി ഒന്നും ഇല്ലാതെ വന്നിട്ട് CCI പാസ്സായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ ഒന്ന് ഹൈലി പെയ്ഡ് ആയിട്ടുള്ള സാലറിയിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മൾക്ക് ഒരുപാട് സ്റ്റുഡൻസ് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ബിടെക്കിന് അരിയേഴ്സ് ഉള്ള ആൾക്കാരാണ്. ബിടെക് അല്ലെങ്കിൽ ഡിഗ്രിക്കൊക്കെ പേപ്പേഴ്സ് പഠിക്കുന്ന സമയത്ത് ബാക്ക് പേപ്പർ, BCA കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന സമയത്ത് ബാക്ക് പേപ്പേഴ്സ് ഉള്ള സമയത്ത് ഒരു 1 ഇയർ അല്ലെങ്കിൽ 6 months നമുക്ക് ഫ്രീ ആയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ആ സമയത്തൊക്കെ വന്നിട്ട് ഇപ്പോൾ ഒരുപാട് ബിടെക്കിന് അരിയേഴ്സ്, അതായത് എനിക്ക് തോന്നുന്നു 20 പേപ്പേഴ്സിലും കൂടുതൽ അരിയേഴ്സ് ഉണ്ടായിട്ട് ഇവിടെ വന്ന് CCI പഠിച്ചിട്ട് ഇന്ന് അയാൾ ബിടെക് ഇല്ലാണ്ട് തന്നെ ഹൈലി പെയ്ഡ്, ബിടെക് ഉള്ള ആൾക്കാരുടെക്കാളും കൂടുതൽ സാലറി വാങ്ങിക്കുന്ന ആളുണ്ട് CCI പഠിച്ച് പാസ്സായി കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പം CCIക്ക് ആർക്കും ചെയ്യാൻ പറ്റും. അതായത് BSc കഴിഞ്ഞവർക്ക്, BCom, BA, BCA, IT, അതായത് IT ഫീൽഡ്, IT കോഴ്സോ നോൺ IT കോഴ്സോ ഏത് ചെയ്തിട്ടുള്ള ആൾക്കാർക്കും CCIയിലേക്കോ അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് കോഴ്സിലേക്ക് വരാൻ പറ്റും. പിന്നെ IT ആൻഡ് നോൺ IT എനി ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് വരാൻ പറ്റും. എനി പോസ്റ്റ് ഗ്രാജുവേഷൻ, ഏത് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കും വരാൻ പറ്റും. ഈവൻ +2 കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് പോലും വരാൻ പറ്റും. പക്ഷേ +2 കഴിഞ്ഞവർക്കും ജോലി നല്ല സാലറി തന്നെ കിട്ടും. പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഡിപ്ലോമ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഒരു MNCയിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് എൻട്രി കിട്ടുക. ഇനി ഇൻഡയറക്റ്റ് എൻട്രി മതി എന്നുണ്ടെങ്കിൽ സാധാരണ ഒരു കമ്പനിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 1 ഇയറോ 2 ഇയറോ ഒക്കെ വർക്ക് ചെയ്തതിന് ശേഷം മതി നല്ലൊരു MNCയിലേക്ക് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഈവൻ നിങ്ങൾക്ക് +2 ആണെങ്കിൽ പോലും നിങ്ങൾക്ക് CCI, അതായത് CCIക്ക് ഒരു പ്രീ റിക്വസിസ്റ്റ് ഇല്ല. നിങ്ങൾക്ക് CCI എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10th പാസ്സാവണം, +2 പാസ്സാവണം, അല്ലെങ്കിൽ ഡിഗ്രി വേണം, ഡിപ്ലോമ വേണം എന്നുള്ള യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. അപ്പോൾ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, CCI എടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഞങ്ങളുടെ CCI സക്സസ് സ്റ്റോറി ഞാൻ പറഞ്ഞു. ഇതിനകത്ത് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഇപ്പം ഒരു 100ഓളം പേര് CCI പാസ്സായിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ബോംബെയിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ CCI സർട്ടിഫൈഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് പഠിപ്പിക്കുന്ന ഈ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യും. പക്ഷെ ഇവിടെയൊക്കെ ഉള്ളതിനേക്കാൾ കൂടുതൽ ബെനിഫിറ്റ്സ് നമ്മൾ എന്തൊക്കെയാ തരുന്നത് എന്ന് പറഞ്ഞാൽ, ക്ലാസിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സുകൾ, ടെക്നിക്കൽ ക്ലാസിന്റെ കൂടെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട്. പിന്നെ എന്താ പറയുക, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് മാത്രമല്ല, സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് ഉണ്ട്. അതായത് ഒരു കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് വർക്ക്, അപ്പോൾ ഒരു 1 ഇയർ കൊണ്ടോ 6 months കൊണ്ടോ 1 വർഷം 2 വർഷം നിങ്ങൾ ഒരു ലൈവ് കമ്പനിയിൽ വർക്ക് ചെയ്താൽ കിട്ടുന്ന നോളജാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സുകളുണ്ട്, ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ക്ലാസ്സുകളുണ്ട്, പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ സെഷൻസ് ഉണ്ട്. ഓരോ ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ നിങ്ങളെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങളത് പഠിച്ചൊരു ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ ചെയ്ത് സെമിനാറുകളൊക്കെ കണ്ടക്ട് ചെയ്ത് അങ്ങനെ നിങ്ങൾക്ക് തന്നെ ആ ഒരു നോളജ് നിങ്ങൾക്ക് ഹൈ ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, പിന്നെ റെസ്യൂമേ CV റൈറ്റിംഗ് ക്ലാസ്സുകളുണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുണ്ട്. ഇപ്പൊ കേരളത്തിൽ പഠിച്ച പല സ്റ്റുഡൻസിനും ഉള്ള ഒരു ലാക്കിംഗ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്, അതായത് ഇംഗ്ലീഷിലുള്ള ലാക്ക് ഓഫ് നോളജ് ആണ്. അപ്പോൾ അധിക സ്റ്റുഡൻസിനും നല്ല ഹൈലി ടെക്നിക്കൽ സ്കിൽ ഉണ്ടാവും. പക്ഷെ അവരുടെ ഒക്കെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻസ് പോരാ എന്നുള്ള ഒരു ഇഷ്യൂ വരുന്നുണ്ട്. അപ്പൊ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രസന്റേഷൻ ക്ലാസ്സുകൾ, സെമിനാർ ക്ലാസ്സുകൾ, പിന്നെ ടെക്നിക്കൽ ഇന്റർവ്യൂ സെഷൻസ് വിത്ത് CCI എക്സ്പേർട്സ്. ഇപ്പൊ CCI പാസ്സായിട്ടുള്ള നമ്മളെ തന്നെ സ്റ്റുഡൻസും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യും, ഈ ഓരോ ഇതിലും നിങ്ങളെ അനലൈസ് ചെയ്യും. ഓരോ മന്തിലും നിങ്ങളുടെ ടെക്നിക്കൽ നോളജ്, നിങ്ങളെ കാര്യങ്ങൾ നിങ്ങൾ സ്റ്റഡി ചെയ്തിട്ട് ആ ലെവലിൽ നിങ്ങളെ കൊണ്ടുപോകും. നിങ്ങൾക്ക് ഏത് ഫീൽഡിലാണോ നിങ്ങൾക്ക് ഡ്രോബാക്ക്, ഏത് ഫീൽഡിലാണോ നിങ്ങൾ വീക്കായിരിക്കുന്നത്, ആ ഫീൽഡ് നിങ്ങളെ കൂടുതൽ അവർ മനസ്സിലാക്കിയിട്ട് ആ ഫീൽഡിൽ നിങ്ങൾക്ക് കൂടുതൽ എക്സ്ട്രാ ട്രെയിനിങ് കിട്ടും. പിന്നെ ലൈവ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഫ്രം ഇൻഡസ്ട്രി എക്സ്പീരിയൻസ്ഡ് എക്സ്പേർട്സ്. നമ്മളെ എല്ലാ സ്റ്റുഡൻസും തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ഫ്രീ കിട്ടുന്ന സമയത്ത് സൺഡേസിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇതുപോലെ തന്നെ വെബിനാറുകൾ കണ്ടിട്ട് നമ്മൾ ഓൾറെഡി CCI പാസ്സായി ട്രെയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് ലൈവിനെ പറ്റിയിട്ടുള്ള നോളജ് കൊടുത്തുകൊണ്ടിരിക്കും. ലൈവിൽ എങ്ങനെയാണ് ടിക്കറ്റ് ക്ലോസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഡോക്യുമെന്റേഷൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവരുടെ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് തന്നെ നമ്മളെ പഠിപ്പിക്കും. പിന്നെ മോക്ക് ഇന്റർവ്യൂ സെഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞു, ഡൗട്ട് സെഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ ലൈവ് ട്രബിൾ ഷൂട്ടിംഗ് സെഷൻസ് ഉണ്ട്. നമ്മളെ തന്നെ ഡാറ്റാ സെന്ററിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റിയൽ എൻവയോൺമെന്റ് സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഓൾറെഡി ട്രബിൾസ് ഇൻജെക്ട് ചെയ്തിട്ടുള്ള സിനാരിയോസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ട്രബിൾസ് ഒക്കെ ട്രബിൾ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു ലൈവ് കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ അതിനെക്കാട്ടും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആ എൻവയോൺമെന്റ് ആയിട്ട് അഡാപ്റ്റ് ചെയ്യാനും ആ ലെവലിലേക്ക് നിങ്ങൾക്ക് വളരാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും ബെനിഫിറ്റ്സ് ആണ് നമ്മൾ
CCI നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, അതായത് ഇൻഫോ ക്യാമ്പസിൽ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. സെഷൻസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക്സ്.